നമസ്കാരം. ഫണ്ട് 36ലെ പുതിയൊരു അധ്യായത്തിലേക്ക് സ്വാഗതം. നമ്മുടെ ഇന്നത്തെ വിഷയം ഡാറ്റാ സെന്റർ സ്റ്റോക്കുകൾ അല്ലെങ്കിൽ AI സ്റ്റോക്കുകളൊക്കെയാണ്. ഒത്തിരി പേർ ചോദിക്കുന്ന ഒരു കാര്യമാണ് AI സ്റ്റോക്കുകളിലൊക്കെ ഇൻവെസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഭാവിയിലേക്ക് ഒത്തിരി റിട്ടേൺസ് ലഭിക്കാൻ സാധ്യതയുള്ളതല്ലേ എന്നുള്ളത്. അപ്പോൾ ഇത്തരം സ്റ്റോക്കുകളൊക്കെ ചിലർക്ക് സജസ്റ്റ് ചെയ്യാനും വേണ്ടിയിട്ടൊക്കെ പറയാറുണ്ടായിരുന്നു. അപ്പോൾ ആ ഒരു രീതിയിൽ വന്നപ്പോഴാണ് നമ്മൾ ഇതിനെക്കുറിച്ച് കുറച്ചൊരു വീഡിയോ ചെയ്യാമെന്ന് കരുതിയത്. നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിനകത്ത് പ്രധാനപ്പെട്ട ഒരു ചോദ്യം, AI സോഫ്റ്റ്വെയർ ഉണ്ടാക്കുന്ന കമ്പനികൾ അവയിൽ നിക്ഷേപിക്കുന്നതാണോ നല്ലത്, അഥവാ AI വേണ്ടിയിട്ടുള്ള ഡാറ്റാ സെന്റർ ഇൻഫ്രാസ്ട്രക്ചർ സ്റ്റോക്കുകളിൽ നിക്ഷേപിക്കുന്നതാണോ നല്ലത് എന്നുള്ളതാണ് ഒരു പ്രധാനപ്പെട്ട ഒരു ചോദ്യം നമ്മുടെ മുമ്പിൽ നിൽക്കുന്നത്. കാര്യമായിട്ട് പറയുകയാണെങ്കിൽ ഇപ്പോൾ TCS വിപ്രോയോ ഹാപ്പിസ്റ്റ് മൈൻഡോ ഇങ്ങനെയുള്ള എല്ലാ കമ്പനികളും ഇവരെല്ലാവരും AI സോഫ്റ്റ്വെയർ നിർമ്മിക്കുന്നുണ്ട്. പല പല ആവശ്യങ്ങൾക്ക് വേണ്ടി BFSIക്ക് വേണ്ടിയിട്ടാണെങ്കിൽ ശരി, ഹെൽത്ത് കെയറിന് വേണ്ടിയിട്ടാണെങ്കിൽ ശരി, എല്ലാത്തിനും വേണ്ടി നിർമ്മിക്കുന്നുണ്ട്. ഇത് തന്നെ അവർ ഉപയോഗിക്കുന്നുണ്ട്. ടോപ്പ് ഓഫ് ദ ലെയർ സോഫ്റ്റ്വെയർസ് ഒക്കെ ആയിട്ടും ഒത്തിരി ഉപയോഗിക്കുന്നുണ്ട്. അപ്പോൾ ഈ കമ്പനികൾ നമ്മൾ നിക്ഷേപിക്കുന്നതാണോ നല്ലത്, അതോ ഡാറ്റാ സെന്റർ ഇൻഫ്രാസ്ട്രക്ചർ, അതായത് വലിയ ഡാറ്റാ സെന്റർ റൺ ചെയ്യുന്ന കമ്പനികൾ, ആമസോൺ വെബ് സർവീസ് ഒക്കെ അതുപോലെയുള്ളതാണ്, അപ്പോൾ ഇങ്ങനെയൊക്കെ ഉള്ളതിൻ്റെ അകത്ത് നിക്ഷേപിക്കുന്നതാണോ നല്ലതെന്നുള്ളതാണ് പ്രധാനപ്പെട്ട ഒരു ചോദ്യം. അപ്പോൾ ഇത് തമ്മിലുള്ള ഒരു കമ്പാരിസൺ ആണ് നമ്മൾ ഇന്ന് നടത്താൻ പോകുന്നത്. ഈ സ്റ്റോക്കിൽ ഏത് നമ്മൾ നിക്ഷേപിക്കണം എന്നുള്ളത് സത്യത്തിൽ നമ്മുടെ ഒരു റിസ്ക് ആപ്പിറ്റൈറ്റിനെയും അതേപോലെ തന്നെ റിട്ടേൺസ് എന്ന് മാത്രം പ്രതീക്ഷിക്കുന്നു എന്നതിനെയും ആശ്രയിച്ചാണ് പ്രധാനപ്പെട്ടതായിട്ട് ഇരിക്കുന്നത്. എന്തുകൊണ്ടാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഡാറ്റാ സെന്റർ സ്റ്റോക്കുകളെ കുറിച്ച് പറയുകയാണെങ്കിൽ അത് സ്റ്റഡി ആയിട്ട് ഗ്രോ ചെയ്യുന്ന സ്റ്റോക്കുകളാണ്. പ്രത്യേകിച്ച് ഇപ്പോൾ 5G അല്ലെങ്കിൽ AI വർക്ക് ലോഡോ ഒക്കെ കൂടുതൽ വരുന്നത് കൊണ്ട് തന്നെ സ്റ്റഡി ആയിട്ട് ഗ്രോ ചെയ്യും, സ്റ്റഡി ആയിട്ടുള്ള ഒരു റവന്യൂ ഉണ്ടാക്കും. പക്ഷെ അതേസമയം AI സോഫ്റ്റ്വെയർ, അതായത് നല്ല രീതിയിൽ പ്രവർത്തിക്കുന്നതും നല്ല രീതിയിൽ ഡിമാൻഡ് ഉള്ളതുമായിട്ടുള്ള ഒരു AI സോഫ്റ്റ്വെയർ ഡിപ്ലോയ് ചെയ്തിട്ടുള്ള കമ്പനികൾ, അവയുടെ റവന്യൂ ഒക്കെ വളരെ അഭൂതപൂർവമായിട്ടുള്ള രീതിയിലുള്ളതായിരിക്കും. ഒരു YoY ഗ്രോത്ത് ഒക്കെ നോക്കുമ്പോൾ ഭയങ്കര വലുതായിരിക്കും. പക്ഷെ അതേസമയം തന്നെ AI സെക്ടറിൻ്റെ അകത്തുള്ള ചേഞ്ചസ് വളരെ പെട്ടെന്നായതുകൊണ്ട് ഈ വളരെ പെട്ടെന്ന് ചേഞ്ചസ് ആയിട്ട് പൊരുത്തപ്പെടാൻ പറ്റാതെ എപ്പോഴെങ്കിലും ഇരുന്നു പോയി കഴിഞ്ഞാൽ ഒരു തിരിച്ചുവരവ് പലപ്പോഴും ബുദ്ധിമുട്ടാണ് AI സോഫ്റ്റ്വെയർ കമ്പനികൾക്ക്. അതേസമയം ഇൻഫ്രാസ്ട്രക്ചർ കമ്പനികൾക്ക് അങ്ങനത്തെ വലിയ പ്രശ്നങ്ങളില്ല. അടുത്തതായിട്ട് സ്കെയിലബിലിറ്റിയെ കുറിച്ച് നോക്കുകയാണെങ്കിൽ ഇതിപ്പം നെക്സ്റ്റ് ലെവലിലേക്കൊക്കെ വലുതാക്കണമെന്നൊക്കെ ഉണ്ടെങ്കിൽ ഇപ്പോൾ ഇൻഫ്രാസ്ട്രക്ചർ കമ്പനികളെ സംബന്ധിച്ച് ഇതൊരു കുറച്ച് ക്യാപിറ്റൽ ഇൻറ്റൻസീവ് ആണ്. കൂടുതൽ പണം മുടക്കണം. ഇപ്പം ഡാറ്റാ സെന്റർ ഉണ്ടാക്കാനാണെങ്കിൽ ശരി, ഹാർഡ്വെയർ ഇൻസ്റ്റലേഷനും ഒക്കെ ആയിട്ട്. പക്ഷേ AI സോഫ്റ്റ്വെയറെ സംബന്ധിച്ച് അങ്ങനത്തെ ഒരു വലിയ പ്രശ്നങ്ങളൊന്നുമില്ല. ഏതുണ്ടാക്കണമെങ്കിലും ക്യാപെക്സ് സ്പെൻഡിംഗ് ഒക്കെ ഏകദേശം ഒരുപോലെ തന്നെയാണ്. മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ AI സംബന്ധിച്ച് മുമ്പോട്ട് നോക്കുമ്പോൾ ലോകം മുഴുവനും, ഇപ്പോൾ യൂറോപ്യൻ യൂണിയൻ ആകട്ടെ അല്ലെങ്കിൽ ഇന്ത്യ ആകട്ടെ US ആകട്ടെ, ഇവരെല്ലാവരും ഇതിൻ്റെ അകത്തൊരു റെഗുലേഷനും അല്ലെങ്കിൽ കംപ്ലയൻസിൻ്റെ മുകളിലാണ് പ്രധാനമായിട്ടും ഇരിക്കുന്നത്. അപ്പോൾ AI സോഫ്റ്റ്വെയറെ സംബന്ധിച്ച് വലിയൊരു ഇൻവെസ്റ്റ്മെന്റ് ഒക്കെ നടത്തിയിട്ട് ഒരു 6 മാസം പ്രോജക്റ്റ് ഒക്കെ കഴിഞ്ഞിട്ട് ചിലപ്പോൾ ഡിപ്ലോയ് ചെയ്യാനോ ഡെലിവറി ചെയ്യാനൊക്കെ വേണ്ടി നോക്കിക്കഴിയുമ്പോൾ ചിലപ്പം റെഗുലേഷനും കംപ്ലയൻസും ഒക്കെ മാറിയിട്ടുണ്ടെങ്കിൽ ഈ പറഞ്ഞതുപോലെ നമ്മുടെ ഇൻവെസ്റ്റ്മെന്റ്സ് പലപ്പോഴും കമ്പനികളെ സംബന്ധിച്ച് അത് വെള്ളത്തിലായതൊക്കെ വേണ്ടി പറയാൻ വേണ്ടിയിട്ട്. അതേസമയം ഡാറ്റാ സെന്റർ ഇൻഫ്രാസ്ട്രക്ചർ സ്റ്റോക്കുകളെ സംബന്ധിച്ച് ഇങ്ങനത്തെ ഒരു റിസ്ക് അവിടെ നിലനിൽക്കുന്നില്ല. നേരത്തെ പറഞ്ഞ പോലെ തന്നെ റവന്യൂ വിസിബിലിറ്റിയെ കുറിച്ച് നമ്മൾ പറയുകയാണെങ്കിൽ ഡാറ്റാ സെന്റർ ഇൻഫ്രാസ്ട്രക്ചർ സ്റ്റോക്കുകളെ സംബന്ധിച്ച് അത് സാധാരണ രീതിയിൽ സ്റ്റഡി ആയിരിക്കും. കാരണം ഒരു ലോങ് ടേം കോൺട്രാക്ട്സ് ഒക്കെയാണ് ഹൈപ്പർ സ്കെയിലേഴ്സുമായിട്ടൊക്കെ ഇവർ ഏർപ്പെടാറുള്ളത്. പക്ഷെ അതേസമയം AI സോഫ്റ്റ്വെയർ സംബന്ധിച്ച് അങ്ങനെയല്ല. മിക്കപ്പോഴും അവരുടെ പ്രോഡക്റ്റ് സക്സസിനെ കുറിച്ച് അടിസ്ഥാനപ്പെടുത്തി മാത്രമായിരിക്കും ഇവരുടെ റവന്യൂ നിലനിൽക്കുന്നത്. ഇന്നത്തെ രീതിയിൽ നമ്മൾ കണ്ടുവരുന്ന ഒരു കാര്യം, മെക്കിൻസിയുടെ അടുത്ത കാലത്ത് പബ്ലിഷ് ചെയ്ത പേപ്പറിൻ്റെ അകത്ത് പറയുന്ന ഒരു കാര്യം, എത്ര വലിയ കമ്പനി ആണെങ്കിലും എത്ര പേരെടുത്ത കമ്പനി ആണെങ്കിൽ പോലും AI സോഫ്റ്റ്വെയർ ഡെവലപ്മെന്റിന്റെ പാർട്ടിന്റെ അകത്ത് നിങ്ങളൊരു 2-3 മാസം പിന്നിലാണെങ്കിൽ പിന്നീട് നിങ്ങൾക്ക് മുമ്പോട്ട് വരാനുള്ള സാധ്യതകൾ തുലവും തുച്ഛമാണെന്നാണ്. അപ്പോൾ നമ്മൾ ഇതൊന്ന് കൺക്ലൂഡ് ചെയ്യുകയാണെങ്കിൽ പറയാൻ പറ്റുന്ന ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ വളരെ കൺസർവേറ്റീവ് ആയിട്ട്, അതായത് സ്റ്റഡി ആയിട്ടുള്ള ഇൻകം അങ്ങനെയൊക്കെ നോക്കുന്നവരെ സംബന്ധിച്ചാണെങ്കിൽ ഡാറ്റാ സെന്റർ ഇൻഫ്രാസ്ട്രക്ചർ സ്റ്റോക്കുകളായിരിക്കും നല്ലത്. പക്ഷേ അതേസമയം കുറച്ചൊക്കെ അഗ്രസീവ് ആയിട്ട് ഗ്രോത്ത് ഓറിയന്റഡ് ആയിട്ടുള്ള ആളുകളൊക്കെ ആണെന്ന് കരുതുക. പ്രത്യേകിച്ചൊരു ഷോർട്ട് ടേമോ അല്ലെങ്കിൽ ഷോർട്ട് ടേം എന്ന് പറയുമ്പം മാസങ്ങളല്ല ഞാൻ പറയുന്നത്, ഒരു വർഷം 2 വർഷം എന്ന രീതിയിലൊക്കെയാണ് നോക്കി കാണുന്നതെങ്കിൽ അവരെ സംബന്ധിച്ച് ഒന്നുകിൽ ഡാറ്റാ സെന്റർ ഇൻഫ്രാസ്ട്രക്ചർ പ്ലസ് നമ്മുടെ AI സോഫ്റ്റ്വെയറിന്റെ ഒരു പാക്കേജ് പോലെ എടുക്കുക, അല്ലെങ്കിൽ AI സോഫ്റ്റ്വെയർ പ്രോഡക്ട്സ് ആയിട്ട് ഡെലിവർ ചെയ്യുന്നത്. AI ആസ് എ സർവീസ് എന്നുള്ളതിനേക്കാളും കൂടുതൽ AI ആസ് എ പ്രോഡക്റ്റ് ഡെലിവർ ചെയ്യുന്ന കമ്പനികളെ നോക്കി വെച്ച് അവയിൽ നിക്ഷേപം നടത്തുന്നതായിരിക്കും നല്ലത്. അതുകൊണ്ടാണ് ആദ്യം തന്നെ പറഞ്ഞത്, നിങ്ങളുടെ റിസ്ക് ആപ്പിറ്റൈറ്റിനെ അടിസ്ഥാനപ്പെടുത്തി നിങ്ങളുടെ റിട്ടേൺസ് എന്തുമാത്രം ഉണ്ടാക്കണമെന്നുള്ള അടിസ്ഥാനപ്പെടുത്തിയാണ് സത്യത്തിൽ ഏത് നിങ്ങൾ നിക്ഷേപിക്കണം എന്നുള്ളത് തീരുമാനിക്കപ്പെടുന്നത്. പ്രത്യേകിച്ച് നമുക്ക് മുമ്പോട്ട് നോക്കി കാണുമ്പോൾ ഡാറ്റ സെക്യൂരിറ്റിയാണ് പ്രധാനപ്പെട്ട ഒരു കാര്യമായിട്ടിരിക്കുന്നത്. അപ്പോൾ ഡാറ്റ സെക്യൂരിറ്റിയെ കുറിച്ച് നമ്മൾ പലപ്പോഴും പറയുന്ന ഒരു കാര്യം, തിരിച്ചു വീണ്ടും പണ്ടത്തെ ബാക്ക് ടു ബേസിക്സ് എന്ന് പറയുന്ന പോലെ തന്നെ ഹാർഡ്വെയർഡ് ലോജിക്കിലേക്കാണ് നമ്മൾ പോകുന്നത്. അതായത് സെക്യൂരിറ്റി പ്രധാനമായിട്ടും നിങ്ങൾക്ക് നൽകാൻ കഴിയുന്നത് ഈ ഡാറ്റാ സെന്റർ എവിടെയാണ്, അതിന്റെ ലൊക്കേഷൻ എന്നുള്ളത് ഒരു പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. അപ്പോൾ അതുകൊണ്ട് ഇന്ത്യയെ സംബന്ധിച്ചൊക്കെ പറയുകയാണെങ്കിൽ ഇന്ത്യ ഗവൺമെന്റ് പലപ്പോഴും പല സൂചനകളും നൽകിയിട്ടുണ്ട്. ലോക്കലായിട്ട് ഡാറ്റാ സെന്റേഴ്സ് മാനേജ് ചെയ്യുന്നതിനെ കുറിച്ച്, അവയ്ക്ക് നൽകുന്ന ഇൻസെന്റീവ്സിനെ കുറിച്ച് ഉള്ള പല ഫണ്ടുകളെ കുറിച്ചും ഒക്കെ ആലോചിച്ചുകൊണ്ടിരിക്കുകയാണെന്നുള്ളത്.
അപ്പം അതുകൊണ്ട് തന്നെ ഡാറ്റാ സെന്റർ വ്യവസായം പ്രത്യേകിച്ച് അറ്റ്ലീസ്റ്റ് ഗവൺമെന്റിന്റെ ഭാഗത്തു നിന്ന് നോക്കുമ്പോൾ ഇതിനുള്ള പിന്തുണ അത് നമുക്ക് വരും കാലങ്ങളിൽ കൂടുതൽ കാണാൻ കഴിയും. പക്ഷേ AI സോഫ്റ്റ്വെയറെ സംബന്ധിച്ച് അങ്ങനെ കാണാൻ കഴിയുമോ എന്നുള്ളത് നമ്മൾ കണ്ടറിയേണ്ട കാര്യമാണ്. അടുത്തായിട്ട് നമുക്ക് കുറച്ച് AI സോഫ്റ്റ്വെയർ കമ്പനികളെ കുറിച്ചും അതേപോലെ തന്നെ ഡാറ്റാ സെന്റർ ഇൻഫ്രാസ്ട്രക്ചർ സ്റ്റോക്കുകളെ കുറിച്ചും ഒന്ന് നോക്കാം. അപ്പോൾ ഡാറ്റാ സെന്റർ ഇൻഫ്രാസ്ട്രക്ചർ സ്റ്റോക്കുകൾ എന്ന് പറയുമ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ഇവ ഇൻഫ്രാസ്ട്രക്ചർ സ്റ്റോക്ക് എന്ന് ആസച്ച് അങ്ങനത്തെ ഒരു കമ്പനികളായിട്ടൊന്നും ഇല്ല. പലതും പലതായിട്ടാണ് കൊടുക്കുന്നത്. കാരണം ഇൻഫ്രാസ്ട്രക്ചർ എന്ന് പറയുമ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം, ഒന്ന് സ്ഥലവും ബിൽഡിങ്ങും വേണം, മറ്റൊന്നുള്ള ഒരു പവർ കണക്ടിവിറ്റിയുടെ പവർ മാനേജ്മെന്റിന്റെ ഉണ്ട്, കൂളിംഗ് സൊല്യൂഷൻസ് ഉണ്ട്, ഡാറ്റ കണക്ടിവിറ്റി ഉണ്ട്, അതായത് ഫൈബറും ഇതുപോലെയുള്ളതൊക്കെ പ്രൊവൈഡ് ചെയ്യുന്നത്, സെർവേഴ്സ് സ്റ്റോറേജ് ഉണ്ട്, അതുപോലെ തന്നെ ഡാറ്റാ സെന്റർ സെക്യൂരിറ്റി സിസ്റ്റംസ് ഉണ്ട്, മെയിൻ്റെനൻസ് മോണിറ്ററിംഗ്, അതുപോലെ സോഫ്റ്റ്വെയർ മാനേജ്മെന്റ്, ഇങ്ങനെയുള്ള ഒട്ടനേകം കാര്യങ്ങൾ ഡാറ്റാ സെന്റർ ഇൻഫ്രാസ്ട്രക്ചർ സ്റ്റോക്കുകൾ എന്ന് പറയുമ്പോൾ അതിൻ്റെ അകത്ത് വരുന്നുണ്ട്. ആദ്യമായിട്ട് നമുക്ക് ഡാറ്റാ സെന്റർ റിയൽ എസ്റ്റേറ്റ് സ്റ്റോക്കുകളെ കുറിച്ചൊക്കെ പറയുകയാണെങ്കിൽ നമുക്ക് അറിയുന്ന പോലെ തന്നെ DLF ആകട്ടെ അല്ലെങ്കിൽ അനന്തരാജ് ആകട്ടെ, അടുത്തിടെ GMRഉം അദാനി പ്രോപ്പർട്ടീസും, ഇവരെല്ലാവരും ഡാറ്റാ സെന്റർ റിയൽ എസ്റ്റേറ്റിനെ കുറിച്ച് ഉള്ള ഒരു ഇൻവെസ്റ്റ്മെന്റിനെ കുറിച്ചൊക്കെ വളരെയധികം പറഞ്ഞു കേൾക്കുന്ന കമ്പനികളാണ്. അതായത് ബേസിക് ലാൻഡും അതേപോലെ തന്നെ ബിൽഡിങ്സും. മറ്റൊരു മേഖല ഇൻഫ്രാസ്ട്രക്ചറിൻ്റെ അകത്ത് വരുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ പവർ ആൻഡ് കൂളിംഗ് സൊല്യൂഷൻ ആണ്. എനിക്ക് തോന്നുന്ന ഒരു വർഷം മുമ്പ് നമ്മളൊരു പവർ ആൻഡ് കൂളിംഗ് സൊല്യൂഷനെ കുറിച്ച് നമ്മളൊരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അന്ന് നമ്മൾ പ്രതിപാദിച്ച ഒരു കമ്പനിയാണ് ഹിറ്റാച്ചി. അപ്പോൾ അന്നുള്ളതിൻ്റെ ഏകദേശം എനിക്ക് തോന്നുന്നത് ഇരട്ടിയോളമായി മാറി. ഹിറ്റാച്ചി ഇന്നും വാല്യൂഷനെ കുറിച്ച് പറയുകയാണെങ്കിൽ വാല്യൂഷൻ വൈസ് കാര്യമായിട്ടുള്ള വലിയ കുഴപ്പമില്ലാത്തൊരു കമ്പനിയായിട്ട് തന്നെ കരുതുന്നു. പക്ഷേ എങ്കിൽ പോലും ഇതൊരു ബൈ റെക്കമെൻഡേഷൻ ആയിട്ടൊന്നും കരുതേണ്ട ആവശ്യമില്ല. ഈ ഒരു മേഖലയിൽ ലിക്വിഡ് കൂളിംഗോ അല്ലെങ്കിൽ HVAC ആകട്ടെ അല്ലെങ്കിൽ ചില്ലേഴ്സ് ആകട്ടെ, എയർ ഫ്ലോ ഓപ്റ്റിമൈസേഷൻ, ഇവയെല്ലാം ഈ പറഞ്ഞ പോലെ ഹിറ്റാച്ചി ആകട്ടെ, ABB ആകട്ടെ, സ്നൈഡർ ആകട്ടെ, ഇവരെല്ലാവരും ഈ മേഖലയിൽ മോശമില്ലാത്ത ഒരു പാദമുദ്ര പതിപ്പിച്ചവരൊക്കെയാണ്. ദയവായി ശ്രദ്ധിക്കുക, ഇതിന്റെ വാല്യൂഷനെ കുറിച്ചൊന്നും ഞാൻ പറയുന്നില്ല, അതൊക്കെ ഒരു സെപ്പറേറ്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ്. മറ്റൊരു മേഖല ഇതിൽ വരുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഡാറ്റാ സെന്റർ ഇൻഫ്രാസ്ട്രക്ചർ കൺസ്ട്രക്ഷൻ ആണ്. കാരണം നമുക്ക് വീടോ അല്ലെങ്കിൽ ഒരു കൊമേഴ്ഷ്യൽ കോംപ്ലക്സോ കിട്ടുന്നത് പോലെ വെറുതെ പോയിട്ട് നമുക്കിത് പണിയാൻ പറ്റുന്ന ഒരു കാര്യമല്ല. അപ്പം അതിന് സ്പെഷ്യലൈസ്ഡ് ആയിട്ടുള്ള ടെക്നോളജി വേണം, വർക്ക് ഫോഴ്സ് വേണം. ആ ഒരു മേഖലയിൽ പ്രധാനമായിട്ടും നമ്മുടെ ഇന്ത്യയെ സംബന്ധിച്ച് ഒരു ടേൺ കീ പ്രോസസ്സിലൊക്കെ ആണെങ്കിലും കൺസ്ട്രക്ഷൻ നടത്തുന്നത് ഒന്ന് L&T ഉണ്ട്, DPR കൺസ്ട്രക്ഷൻ ഉണ്ട്, സ്റ്റെർലിംഗ് ആൻഡ് വിൽസൺ ഉണ്ട്. മറ്റൊന്നുള്ളത് സെർവർ സ്റ്റോറേജ്, അതുപോലെ നെറ്റ്വർക്ക് ഹാർഡ്വെയർ പ്രൊവൈഡർ, ഇങ്ങനെയൊക്കെ ഉള്ളതാണ്. ഇപ്പോൾ നെറ്റ്വെബോ അല്ലെങ്കിൽ ഡെൽ ടെക്നോളജീസ് ലിസ്റ്റ് ചെയ്യുന്നില്ല, HP ഹെവ്ലെറ്റ് പകാർഡ് ലിസ്റ്റ് ചെയ്യുന്നില്ല, ഡിലിങ്ക്, ഇതുപോലുള്ള കമ്പനികളൊക്കെ ഈ ഒരു മേഖലയിൽ വരുന്നവരാണ്. മറ്റൊന്നുള്ളത് ഡാറ്റാ സെന്റർ സെക്യൂരിറ്റി സിസ്റ്റംസ് ആണ്. ഇതിനകത്ത് ബയോമെട്രിക്സ് അല്ലെങ്കിൽ ആക്സസ് കൺട്രോൾ, ഫയർവാൾ, ഇതുപോലെയൊക്കെ ഉള്ളത് ഒക്കെ പ്രൊവൈഡ് ചെയ്യുന്നവർ. ഇപ്പോൾ ജോൺസൺ കൺട്രോൾ ആകട്ടെ അല്ലെങ്കിൽ ഹണിവെല്ല്, ഫോർനെറ്റ്, ഇവരൊക്കെ ആ ഒരു മേഖലയിൽ വരുന്നതാണ്. മറ്റൊന്നുള്ളത് ടെലികോം ആൻഡ് ഫൈബർ ഇൻഫ്രാസ്ട്രക്ചർ ആണ്. ഇതിൻ്റെ അകത്ത് മുൻപന്തിയിൽ നമുക്ക് എടുത്തു പറയാൻ പറ്റുന്നത് ഇപ്പം ഭാരതി എയർടെലിൻ്റെയാണ്. ഇപ്പോൾ ഭാരതി എയർടെലിൻ്റെ നെക്സ്റ്റ് പ്ലാറ്റ്ഫോംസ് ഉണ്ട്. ഇവ കൂടാതെ ടാറ്റ കമ്മ്യൂണിക്കേഷൻ, ലൂമൻ, ഇവരൊക്കെ ഈ ഒരു മേഖലയിൽ നിൽക്കുന്നു. അടുത്തിടെ നമ്മുടെ തേജസ്സും ഉണ്ട്, ഒരു ടാറ്റ ഗ്രൂപ്പ് കമ്പനിയാണ് ഇപ്പോൾ. ഇതിൻ്റെ അകത്ത് നമുക്ക് പറയാതെ പോകാൻ പറ്റുന്ന ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഗ്രീൻ ഡാറ്റാ സെന്റർ ടെക്നോളജി കമ്പനികളെ കുറിച്ചാണ്. കാരണം നമുക്കറിയുന്ന പോലെ തന്നെ കഴിഞ്ഞൊരു 2 വർഷങ്ങളായിട്ട് പവർ കൺസംഷൻ ഡാറ്റാ സെന്റർ ബിസിനസിൻ്റെ അകത്ത് AI കൊണ്ടുണ്ടായത് ചില്ലറ വർധനവല്ല. ഇതുകൊണ്ട് തന്നെയാണ് വളരെ സീരിയസ് ആയിട്ട് ലോകം മുഴുവനുള്ള എല്ലാ രാജ്യങ്ങളും ഡാറ്റാ സെന്റർ വ്യവസായം ഗ്രീൻ എനർജിയിലേക്ക് മാറണം എന്നുള്ളതിനെ കുറിച്ച് ആലോചിച്ചുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ നമുക്ക് കാണാൻ കഴിയുന്ന ഒരു കാര്യം, അടുത്തൊരു 1-2 വർഷങ്ങൾക്കുള്ളിൽ ഇന്ത്യ ഉൾപ്പെടെയുള്ള രാജ്യങ്ങൾ ഗ്രീൻ എനർജി കൊണ്ട് റൺ ചെയ്യുന്ന ഡാറ്റാ സെന്ററുകൾക്ക് കൂടുതൽ ഇൻസെന്റീവ്സ് നൽകാനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ ആ ഒരു മേഖലയിൽ വർക്ക് ചെയ്യുന്ന കമ്പനികൾ, ഇന്ന് കാണുന്ന ഒരുമാതിരിപ്പെട്ട എല്ലാ എനർജി ജനറേഷൻ കമ്പനികളും ഇതിനൊക്കെയാണ്. ഇപ്പോൾ ഗ്രീവ്സ് ആകട്ടെ അല്ലെങ്കിൽ ഹിറ്റാച്ചി ആകട്ടെ, ABB ആകട്ടെ, സ്നൈഡർ ആകട്ടെ, ഇവരെല്ലാവരും അതിന് സെപ്പറേറ്റ് ആവുന്നുണ്ട്. ഇപ്പോൾ അദാനി ഉൾപ്പെടെ സ്വീഡിഷ് കമ്പനിയുമായിട്ട് ചേർന്നിട്ട് ജോയിന്റ് വെഞ്ചറായിട്ട് ആ ഒരു മേഖലയിലേക്ക് കടന്നു വരുന്നു. അപ്പോൾ ഇത്തരത്തിലുള്ള കമ്പനി അത് ഡാറ്റാ സെന്ററിന്റെ ഒരു ഭാവിയായിട്ട് തന്നെ നമുക്ക് വേണമെങ്കിൽ കരുതാവുന്നതാണ്. അപ്പോൾ ഈ കമ്പനിയെ നമ്മൾ നോക്കി വെക്കുമ്പോൾ ഇതിൻ്റെ അകത്ത് നമ്മൾ വെറുതെ കമ്പനികളെ മാത്രം നോക്കുന്നതിൽ പ്രധാനപ്പെട്ട ഒരു കാര്യമില്ല. ഇതിൽ ഏതെല്ലാം കമ്പനികളാണ് വളരെ സ്ട്രാറ്റജിക് ആയിട്ടുള്ള ഒരു ലൊക്കേഷനിൽ ഓപ്പറേറ്റ് ചെയ്യുന്നതെന്ന് കൂടി നോക്കുന്നത് പലപ്പോഴും ഇവരുടെ മാർജിൻസ് നമുക്ക് ഫോർകാസ്റ്റ് ചെയ്യാൻ വേണ്ടി സഹായകരമായിരിക്കും. ഉദാഹരണമായിട്ട് പറയുകയാണെങ്കിൽ നവി മുംബൈ ആകട്ടെ, താനെ ആകട്ടെ, ഇവിടെയൊക്കെ വലിയ ഡാറ്റാ സെന്റർ ഹബ്സ് ഉള്ള കമ്പനികളായിട്ട് ഇപ്പോൾ ഹീരാനന്ദാനി ആകട്ടെ അല്ലെങ്കിൽ കൺട്രോളേഴ്സ് ആകട്ടെ, സിഫി, എയർടെൽ നെക്സ്ട്ര, ഇങ്ങനെയൊക്കെയുള്ള കമ്പനികളെ സംബന്ധിച്ച് മുംബൈയിൽ വലിയൊരു ഇൻവെസ്റ്റ്മെന്റ്സ് ഉണ്ട്. ഈ ഒരു ലൊക്കേഷന്റെ ഒരു പ്രധാനപ്പെട്ട ഒരു മെറിറ്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഡാറ്റ ട്രാഫിക് ഹബ്ബാണ്. മറ്റൊന്നുള്ളത് കേബിൾ ലാൻഡിംഗ് ഹബ്ബാണ്. പ്രധാനപ്പെട്ട ഒരു കാര്യം, ഡാറ്റ ലേറ്റൻസി ഇല്ലാതെ തന്നെ ഫിനാൻഷ്യൽ ക്യാപിറ്റൽ ആയിട്ടുള്ള മുംബൈയെ സംബന്ധിച്ച് അവിടെ ഓപ്പറേറ്റ് ചെയ്യുന്ന കമ്പനികളെ ആത്യന്തികമായിട്ട് എല്ലാവരും പ്രിഫർ ചെയ്യും. ഇതിന് സമാനമാണ് ചെന്നൈ. പക്ഷേ ലിസ്റ്റഡ് കമ്പനികളായിട്ടുള്ള അദാനിയോ അല്ലെങ്കിൽ ടാറ്റ കമ്മ്യൂണിക്കേഷനും മാത്രമേ ഫൈബർ ലാൻഡിംഗ് ഉള്ളൂ എന്നുള്ളത് ഒരു പോരായ്മയാണ്. ഹൈദരാബാദ് സെൻട്രലി ലൊക്കേറ്റഡ് ആണ്. കൺട്രോളേഴ്സോ അല്ലെങ്കിൽ L&T ടെക്കോ പോലെ ഉള്ളവർ ഇവിടെ ഓപ്പറേറ്റ് ചെയ്യുന്നുണ്ട്. താരതമ്യേന ഇവിടെയുള്ള ഓപ്പറേറ്റിംഗ് കോസ്റ്റ്, പ്രത്യേകിച്ച് ഇൻഫ്രാസ്ട്രക്ചറിന് മുകളിലൊരു കോസ്റ്റ് താരതമ്യേന കുറവാണ്. ഇതിൽ നമുക്ക് എടുത്തു പറയേണ്ട ഒരു കാര്യം കൊൽക്കത്തയാണ്. കൊൽക്കത്തയിൽ ലിസ്റ്റഡ് കമ്പനികളായിട്ടുള്ള എയർടെലും
റെയിൽടെലും മാത്രമേ വലിയ ഇൻവെസ്റ്റ്മെന്റ് നടത്തിയിട്ടുള്ളൂ. പക്ഷേ ഈ ഇൻവെസ്റ്റ്മെന്റ്സിന്റെ ഒക്കെ ഒരു റിട്ടേൺസ് ലഭിക്കാൻ വേണ്ടിയിട്ട് മിനിമം 2 വർഷമെങ്കിലും ആവും. ഇത് ബുക്സിലൊക്കെ റിഫ്ലക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ഈ ഒരു സമയമാകും എന്നുള്ളത് മനസ്സിലാക്കുക. പക്ഷേ എങ്കിൽ പോലും കൊൽക്കത്തയിലെ ഇൻവെസ്റ്റ്മെന്റ്സ് വലിയൊരു ഈൽഡ് നൽകുന്നതാകാൻ തന്നെയാണ് സാധ്യത. അടുത്തത് AI സോഫ്റ്റ്വെയർ സ്റ്റോക്കുകളാണ്. നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഇന്ത്യയിലെ പ്രമുഖമായിട്ടുള്ള എല്ലാ കമ്പനികളും, TCS ആകട്ടെ, വിപ്രോ ആകട്ടെ, ഇൻഫോസിസ് ആകട്ടെ, ടെക് മഹീന്ദ്ര ആകട്ടെ, ഹാപ്പിസ്മെന്റ് ആകട്ടെ, ഇവരെല്ലാവർക്കും AI ബാക്ക് ബോൺ ഉണ്ട്. അവർ ഓൺഗോയിങ് പ്രോജക്ട്സിന്റെ അകത്ത് AI ബാക്ക് ബോണും അതുപോലെ AI മോഡ്യൂൾസും വളരെ വിജയകരമായിട്ടുള്ള രീതിയിൽ ഡിപ്ലോയ് ചെയ്തിട്ടുമുണ്ട്. അപ്പോൾ അതുകൊണ്ട് താരതമ്യേന അങ്ങോട്ടും ഇങ്ങോട്ടുള്ള വലിയ റിസ്കുകളൊന്നും ഇല്ല. പക്ഷേ എങ്കിൽ പോലും മെക്കിൻസിയുടെ പേപ്പറിൽ പറയുന്നത് പോലെ തന്നെ AI ഡിപ്ലോയ്മെന്റും അതേപോലെ തന്നെ റിഫൈൻമെന്റും അത് നന്നാക്കി എടുക്കുന്നതിന്റെ കാര്യത്തിന്റെ അകത്തും ഈ പറഞ്ഞതുപോലെ ഒരു കുറച്ചു കാലമെങ്കിലും 1-2 മാസങ്ങളെങ്കിലും മറ്റ് കമ്പനികളെക്കാളും കുറച്ച് പിന്നോക്കം പോയി കഴിഞ്ഞാൽ പിന്നീടുള്ള ഒരു തിരിച്ചുവരവിനുള്ള റിസ്ക് വളരെ കൂടുതലാണ്. അപ്പോൾ ഇക്കാര്യങ്ങൾ മനസ്സിൽ വെക്കുക. അതിനുശേഷം വിശകലനം ചെയ്തതിനു ശേഷം സ്വന്തമായിട്ട് നിക്ഷേപ തീരുമാനങ്ങൾ എടുക്കുക. മറ്റൊരു അധ്യായത്തിൽ നമുക്ക് വീണ്ടും കാണുന്നവരെ നന്ദി, നമസ്കാരം.